വയനാട്ടുകാരെ പറ്റിച്ച് വീണ്ടും കേന്ദ്രം. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേന്ദ്ര സഹായം എത്ര നൽകുമെന്നോ എത്ര നൽകില്ലെന്നോ വ്യക്തത വരുത്താതെ കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ ഇത് സംബന്ധിച്ച പരാമർശങ്ങളൊന്നുമില്ല. സംസ്ഥാന സർക്കാർ സഹായ അഭ്യർത്ഥന നടത്തിയത് നവംബർ 13 സത്യവാങ്മൂലത്തിലുള്ളത്. നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് സി എൻ പ്രകാശ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. പ്രകാശ്, സർക്കാർ സഹായം തേടിയത് 3 മാസം മുൻപ് ആണ്. പക്ഷേ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട സത്യവാങ്മൂലം നൽകുമ്പോൾ ഒരു വ്യക്തതയില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് എന്താണ് ഈ വിഷയത്തിൽ കേന്ദ്രം പറഞ്ഞു വെക്കുന്നത്? രഞ്ജിത്ത്, വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വമേധയാ സ്വീകരിച്ച ഹർജിയാണ് ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചത്. ഈ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിലാണ് കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഒരു സത്യവാങ്മൂലം നൽകുകയും ചെയ്തത്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ സത്യവാങ്മൂലത്തിലെ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, സംസ്ഥാന സർക്കാർ സഹായ അഭ്യർത്ഥന നടത്തിയത് നവംബർ 13 എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു. സംസ്ഥാന സർക്കാർ അഭ്യർത്ഥിച്ചത് 2219.033 കോടി രൂപയാണ് സഹായ അഭ്യർത്ഥന നടത്തിയിട്ടുള്ളത്. ദുരന്ത പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായാണ് തുക ആവശ്യപ്പെട്ടത് കേന്ദ്ര സർക്കാർ ഈ സത്യവാങ്മൂലത്തിൽ പറയുന്നു. സഹായ അഭ്യർത്ഥനയിൽ ചട്ടപ്രകാരമുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നാണ് കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ടായത്, വയനാട്ടിൽ കഴിഞ്ഞ ദിവസം നടന്ന ഹർത്താലിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായത്. വയനാട്ടിലെ LDF UDF ഹർത്താൽ നിരുത്തരവാദപരമായ സമീപനമാണ് മുന്നണികളുടെ ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി ഇക്കാര്യത്തിൽ വിമർശനം ഉന്നയിച്ചത്. ഹർത്താലിനെ എങ്ങനെ ന്യായീകരിക്കുമെന്നും ഹൈക്കോടതി ചോദിക്കുന്നുണ്ട്. പെട്ടെന്നുള്ള ഹർത്താൽ അംഗീകരിക്കാനാകില്ലെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. അധികാരത്തിലിരിക്കുന്ന LDF ഹർത്താൽ നടത്തിയത് എന്തിനാണെന്ന് ചോദ്യവും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ഹർത്താൽ മാത്രമാണോ ഏക സമരമാർഗമെന്നും ഹൈക്കോടതി ആരാഞ്ഞു. വലിയ ദുരന്തം സംഭവിച്ച മേഖലയാണ് ഈ ഹർത്താൽ നടത്തിയത് എന്നതും എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു വിമർശനം ഉണ്ടായത്. ഇത്തരം ഹർത്താൽ അംഗീകരിക്കാനാകില്ലെന്നും കടുത്ത ഭാഷയിൽ കോടതി മുന്നറിയിപ്പ് നൽകി. ഹർത്താൽ നടത്തിയ തീരുമാനം നിരാശപ്പെടുത്തുന്നതാണെന്നും കോടതി നിരീക്ഷണമുണ്ടായി. അഡ്വക്കേറ്റ് സി എൻ പ്രകാശ്, മറ്റു ഈ നിരുത്തരവാദപരമായ സമീപനമെന്ന് ഹർത്താലിനെ വിശേഷിപ്പിക്കുമ്പോഴും അത് വയനാട്ടിലെ ജനങ്ങൾ എന്തിന് അത്തരം ഹർത്താലിലേക്ക് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ പോയി എന്ന കാര്യം അറിയാം. അവിടെയാണ് കേന്ദ്രം ഒരു വ്യക്തത വരുത്തേണ്ടത്. ഈ ദുരന്തത്തിൽ എന്ത് സഹായം കേന്ദ്ര സർക്കാർ നൽകുമെന്ന കാര്യത്തിൽ അത് കോടതി വളരെ കൃത്യമായി തന്നെ ചോദിച്ചിരുന്നു, വ്യക്തത വരുത്തണമെന്ന് പറഞ്ഞിരുന്നു. അവിടെയും കാര്യമായ മറുപടി കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിലെ അതിതീവ്ര ദുരന്തമാണോ എന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാടാണ് കോടതി ആരാഞ്ഞത്. കേരളത്തിന് ദുരിതാശ്വാസ സഹായം ലഭ്യമാക്കാൻ സ്വീകരിക്കുന്ന നടപടികൾ വിശദീകരിക്കണമെന്ന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയോടും ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തെ നേരിടാൻ അടിയന്തരമായ ആവശ്യങ്ങൾക്കുള്ള തുക സംസ്ഥാനത്തിന് കൈമാറി എന്നാണ് ഹൈക്കോടതി നേരത്തെ കേന്ദ്ര സർക്കാർ അറിയിച്ചത്. 700 കോടിയിലധികം രൂപ ദുരിതാശ്വാസ ഫണ്ടായി ലഭ്യമായെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ മറുപടി. കേന്ദ്ര സർക്കാർ നൽകിയത് വാർഷിക ദുരിതാശ്വാസ സഹായമാണെന്നും വയനാടിനായി പ്രത്യേക സഹായം നൽകിയില്ല എന്നുമാണ് ഹൈക്കോടതി സംസ്ഥാന സർക്കാർ ആവർത്തിച്ച് വിശദീകരിക്കുന്നത്. ദുരന്ത ബാധിത പ്രദേശത്ത് ബാങ്ക് വായ്പ എഴുത്തള്ളലിൽ ഹൈക്കോടതി നിർദ്ദേശമനുസരിച്ച് കേന്ദ്ര സർക്കാർ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലും കേന്ദ്രം വയനാട്ടിൽ എത്ര പണം നൽകുമെന്ന് കൃത്യമായി പറയുന്നില്ല. എന്ത് തരുമെന്നതിലും കേന്ദ്രത്തിന് മൗനമുണ്ട് എന്നുള്ളതാണ്. വയനാട് നിവാസികളോട് വീണ്ടും കേന്ദ്രത്തിന്റെ അവഗണന തുടരുകയാണ്.